മരം അത് നാച്ചുറലാണ്. ഇരുമ്പിനെ കോശവും മരത്തിനെക്കാണ് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. എന്തായാലും തുരുമ്പ് പിടിക്കുന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് കാണുമ്പോൾ ആ വീട്ടുകാർക്ക് തന്നെ ഉള്ളിലൊരു വിഷമം ഉണ്ടാവും. ഇരുമ്പാണോ മരമാണോ നല്ലത്? പലരും ചോദിക്കുന്നൊരു ചോദ്യമാണത്. എന്തുകൊണ്ട് ഇരുമ്പ് വെക്കാം, എന്തുകൊണ്ട് മരം വെക്കാം എന്നുള്ളത്. അതിനൊരു ചെറിയൊരു ആൻസർ ഞാൻ തരാം. ഇരുമ്പ് എന്തായാലും തുരുമ്പ് പിടിക്കുന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മരം അത് നാച്ചുറലാണ്, യാതൊരു സൈഡ് എഫക്റ്റും വരുന്നില്ല. പിന്നെ നമുക്ക് പലരും പറയുന്നത് ഇടിമിന്നൽ, അതുപോലെ എവിടെയും ഷോർട്ട് സർക്യൂട്ട്, ഇതിലൊക്കെ നമ്മൾ പേടിച്ചുകൊണ്ടായിരിക്കും വീടിൻ്റെ അകത്ത് നിൽക്കേണ്ടി വരിക ഇരുമ്പ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. മരമാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും വരുന്നില്ല, നാച്ചുറലാണ്, ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. പിന്നെ പലരും ഇരുമ്പ് സെലക്ട് ചെയ്യണമെന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് നോക്കിയിട്ടാണ്. അത് ശരിക്കും അന്വേഷിച്ച് അറിഞ്ഞിട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. ഇരുമ്പിനെ കോസ്റ്റ് മരത്തിനെക്കാണ് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ. അതിലൊരു കാര്യം ഞാൻ പറയാം, ഇരുമ്പ് വെറും ഒരു ഷീറ്റാണ്. അത് പിന്നെ മെഷീനിലിട്ട് മടക്കിയിട്ടാണ് ഇത് ഒരു കട്ടിലയുടെ രൂപത്തിലാക്കുന്നത്. അതിനുള്ളിൽ കോൺക്രീറ്റിൻ്റെ അത് മിശ്രിതം കയറ്റിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ ലേബറും ഇതിൻ്റെ എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ മരത്തിനെക്കാണ് ഒരു 100-500 രൂപേൻ്റെ വ്യത്യാസം വരുന്നുള്ളൂ ഇരുമ്പ് വെക്കുമ്പോൾ. പിന്നെ കാഴ്ചക്ക് ഏതൊരു വീട് നിങ്ങൾ നോക്കൂ, ആ മരം കൊണ്ടുള്ള ജനലും വാതിലുകളാണെന്നുണ്ടെങ്കിൽ അത് കാണാൻ പ്രത്യേക ഭംഗിയാണ്. ഇരുമ്പിൻ്റെതാകുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാവും. ഒരാൾ വീട്ടിൽ വന്ന് കയറി നോക്കുമ്പോൾ തന്നെ ഒന്ന് അതിൽ വന്ന് 2 മേട്ടം ഇങ്ങനെ തട്ടി നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും അത് ഇരുമ്പാണെന്നുള്ളത്. അത് കാണുമ്പോൾ ആ വീട്ടുകാർക്ക് തന്നെ ഉള്ളിലൊരു വിഷമം ഉണ്ടാവും. അതുകൊണ്ടാണ് എപ്പോഴും ഒരു വീട് വെക്കുമ്പോൾ നിങ്ങൾ മരം ഉപയോഗിക്കുക, നല്ല മരം ഉപയോഗിക്കുക. ഒരു കംപ്ലൈൻറ്റ് വരില്ല, വീടിൻ്റെ ഭംഗിയാണ്, നമുക്ക് യാതൊരു പ്രശ്നങ്ങളും വരുന്നില്ല, ഈടും നിൽക്കും, നല്ല ഉറവും ഭംഗിയും കാണാനുണ്ടാകും.